2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരു ദൃശ്യമാധ്യമങ്ങളും കാണിക്കരുതെന്നുള്ളതാണ്. 3 തൊട്ട് 5 വയസ്സ് വരെ ഒരു ദിവസത്തെ മാക്സിമം വിഷ്വൽ മീഡിയ ടൈം 1 hour ആണ്. നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതകം. സ്വന്തം സഹോദരനാണ് സഹോദരനെയും മാതാവിനെയും കൊലപ്പെടുത്തിയത്. നമ്മൾ 1 മണിക്കൂർ നേരമെങ്കിലും കുട്ടികളോടൊപ്പം ചെലവിടുക. ഇതൊരു ക്വാളിറ്റി ടൈം. ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ ശക്തമാക്കാനുള്ള ഒന്നാമത്തെ നടപടിയാണ്. അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഫോൺ കാണിച്ചിട്ടാണ്. മൊബൈൽ കളിക്കാൻ കൊടുത്തില്ല എന്നതുകൊണ്ട് കുട്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ചാണ്. ലഹരി വസ്തുക്കൾ വാങ്ങാൻ പണം നൽകിയില്ല, അച്ഛൻ്റെ തലയടിച്ചു പൊട്ടിക്കുന്നു. ഈ രീതിയിലുള്ള വാർത്തകളുടെയൊക്കെ പുറകെ ഇങ്ങനെ സമൂഹത്തിൽ കാലാന്തരത്തിൽ വന്നൊരു വ്യത്യാസം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൗരൻ്റെ മാനസികാരോഗ്യം രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിർണ്ണയിക്കുന്നൊരു പ്രധാന ഘടകമായിട്ട് നമ്മുടെ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കോളേജ് വിദ്യാർത്ഥികളോട് ചോദിച്ചു നോക്കി എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? ശരാശരി ഒരു വിദ്യാർത്ഥി പറയാൻ പോകുന്നത് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ഉറക്കമില്ല. 7 മണിക്കൂർ ഉറക്കം തുടർച്ചയായിട്ട് കിട്ടിയില്ലെങ്കിൽ 2 പ്രശ്നങ്ങൾ. 1, ഓർമ്മ കുറയും, അത് പഠനത്തെ പിന്നോട്ടടിക്കും. 2, സ്വഭാവത്തിൽ മാറ്റം വരും, പെട്ടെന്ന് ദേഷ്യം വരും. ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് വളരെ സാവധാനത്തിലുള്ള ഒരു കാര്യവും ശ്രദ്ധിക്കാൻ വയ്യ. കാരണം അവരൊന്നുകിൽ ഓൺലൈൻ ഗെയിംസ്, അല്ലെങ്കിൽ ഷോർട്സ്, അല്ലെങ്കിൽ റീൽസ്,